ആണുങ്ങൾ സ്ത്രീജനങ്ങളെ പീഡിപ്പിച്ചു എന്ന് ഒത്തിരി ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരെ തിരിച്ചൊരു പെൺപുലി 10 വിവാഹം നടത്തി അല്ലെങ്കിൽ 6 വിവാഹത്തിന് ശേഷം വീണ്ടും വിവാഹം നടത്തുന്നതിന് വേണ്ടി 2 ദിവസം കൂടെ ജീവിക്കും, അതിനുശേഷം താലിമാലയും മറ്റുമായി മുങ്ങുന്നു. ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു വിവരം കണ്ടറിഞ്ഞപ്പോൾ ചേട്ടനുണ്ടായ ഒരു വികാരം അല്ലെങ്കിൽ അതിന് എതിരെയുള്ള പ്രതിഷേധം എന്താണെന്ന് പറയാമോ? അത് പ്രതിഷേധമല്ല, ഇതിനകത്ത് ചിലർ പെട്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നിയത്, അറിയാതെ പെട്ടുപോകുന്ന കാര്യങ്ങളാണ്. ആ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണാണെന്നാണ് അവരുടെ ഇത് ചരിത്രം നോക്കുമ്പോൾ, ജീവചരിത്രം നോക്കുമ്പോൾ മനസ്സിലാവണത്. ഒരു കാലടി സർവകലാശാലയിൽ ഒരു ബിരുദാനന്ദ ബിരുദമൊക്കെ ഉണ്ടെന്നാണ് അറിയണത്. അപ്പോൾ എനിക്ക് തോന്നണത് ഇതൊരു മനോവൈകല്യമാണെന്നാണ് തോന്നണത്. അവൾക്ക് ഒരുപാട് പൈസ ഇങ്ങനെ എല്ലാവരും പറ്റിച്ച് കൊണ്ടുപോകണമെന്നല്ല ഉദ്ദേശിക്കണേ. അതിങ്ങനെ ചിലപ്പോൾ ഒരു ചെറിയ താലിമാല കിട്ടുമായിരിക്കും, ചിലപ്പോൾ ഒരു കുറച്ച് തുണിയും കിട്ടുമായിരിക്കാം. ഈ യാത്രക്കാശും മറ്റുള്ളതൊക്കെ വാങ്ങുന്നുണ്ടാവുന്നുള്ളൂ, കൂടുതലൊന്നും വാങ്ങുന്നില്ല എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അത് ഒരുതരം മനോവൈകല്യമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നണത്. അത് ചിലപ്പോൾ അതൊക്കെ വേറെ വിധത്തിൽ അതിനൊക്കെ വേണമെങ്കിൽ ശിക്ഷ കൊടുത്ത്. ഇതിന് പുറകിൽ വലിയ മാഫിയകൾ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. മാഫിയകളുള്ളതായിട്ട് നമുക്ക് തോന്നണില്ല. അവരുടെ സംസാര രീതി കണ്ടിട്ട് മാഫിയകളുള്ളതായിട്ടൊന്നും തോന്നണില്ല. അവരിങ്ങനെ പോകുന്നു, കല്യാണം കഴിച്ചത് അങ്ങനെ പോകുന്നു. 2025 എന്ന് പറയുന്ന ഈ ഒരു സമയത്തും ഇങ്ങനെ 6 പേരെയും 10 പേരൊക്കെ വിവാഹം കഴിച്ച് 2 ദിവസത്തിനുള്ളിൽ ഒളിച്ചോടുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ്. അതെ, അത് ഇതിനു മുൻപ് പറ്റിച്ചിരിക്കുന്ന ആളുകളൊന്നും കേസ് കൊടുത്തിട്ടില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അല്ല, കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, 1-2 പേര് കേസ് കൊടുത്തിട്ടുണ്ട്. ഭാര്യയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ടെന്നല്ലാതെ അവർ പണം എടുത്തുകൊണ്ട് പോയിന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയണില്ല. ഇത്രയേ പറയുന്നുള്ളൂ, ഭാര്യയെ കാണാനില്ല, അങ്ങനെയുള്ള പരാതികളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വിവാഹം കഴിഞ്ഞ് 2 ദിവസം മാത്രമേ കൂടെ ജീവിക്കുള്ളൂ അല്ലേ? അതെ, അത്രേ ഉള്ളൂ. 2-3 ദിവസം കൂടെ ഉണ്ടായിരിക്കണം ആ ഒരു കേസിന് അത്രയ്ക്ക് മൂല്യം കൊടുക്കാതെ. അതെ, അതിനത്ര വലിയ മൂല്യം ആളുകൾ കൊടുക്കാതിരിക്കുന്നത്. അതിന്റെ കാരണം അതാണ്.